ഞാൻ അനഘ. ഹായ്, ഞാൻ ഹസ്ന. ഞങ്ങൾ രണ്ടുപേരും ഐഡ ഹോം സെൻറ്റർ ഇൻറ്റീരിയേഴ്സിലെ ഡിസൈനേഴ്സാണ്. ഐഡ ഹോം സെൻറ്റർ ഇൻറ്റീരിയേഴ്സ് റീസെൻ്റായിട്ട് പള്ളിക്കരയിൽ കംപ്ലീറ്റ് ചെയ്തൊരു വില്ല പ്രൊജക്റ്റാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഒരാളുടെ ലൈഫിൽ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ് എന്തായിരിക്കും? ചിലർക്കൊരു ഹാപ്പി മാരീഡ് ലൈഫ്, ചിലർക്കൊരു സാറ്റിസ്ഫൈങ് ജോബ്, ചിലർക്കൊരു ഡ്രീം ഹോം. അങ്ങനെ ഒരു സാധാരണക്കാരനായ ഒരാളുടെ ഡ്രീം ഹോം ഐഡ ഹോം സെൻറ്റർ റീസെൻ്റ്ലി കംപ്ലീറ്റ് ചെയ്ത് കൊടുത്ത ഒരു വർക്കാണ് ഇന്ന് കാണാൻ പോകുന്നത്. നമ്മുടെ ക്ലയൻറ്റിന് ഒരുപാട് രാജ്യങ്ങളിൽ ട്രാവൽ ചെയ്യാനായിട്ട് ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ്. അങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ പുള്ളി ഒരുപാട് സോവനീസ് കളക്ട് ചെയ്യാറുണ്ട്. അങ്ങനെ കളക്ട് ചെയ്ത സോവനീസ് പ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു അട്രാക്റ്റീവ് സ്പേസാണ് ഇത്. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു നേച്ചറിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന എലമെൻറ്റ്സ് വെച്ചിട്ടുള്ള ഒരു തീമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇവിടുത്തെ പെയിൻറ്റ്, വാൾപേപ്പേഴ്സ്, പിന്നെ കുഷ്യനിലെ ഫ്ലോറൽസ്, പിന്നെ ഫ്ലൂട്ടഡ് പാനൽസ്, ഇത് ഷാൻഡലിയേഴ്സിന് വരെ ലീഫിൻ്റെ ഷേപ്പാണ്. പിന്നെ ഈ ഫോർമൽ ലിവിങ്ങിലെ ഒരു അട്രാക്റ്റീവ് സ്പോട്ടാണ് ഈ ബേസ് സീറ്റിംഗ്. ഇപ്പം നമ്മൾ ടയേർഡായിട്ടൊക്കെ വരുന്ന സമയത്ത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് സ്പോട്ടാണ് ഈ ബേസ് സീറ്റിംഗ്. ഈ റൂം നമുക്ക് കാണുമ്പോഴേ മനസ്സിലാവുക ഒരു ഓപ്പൺ ഏരിയ ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഡൈനിങ് റൂമും കോർട്ട്യാർഡും ഫോയർ എല്ലാം കൂടെ കണക്റ്റഡ് ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ റൂമിൽ AC യൂസ് ചെയ്യണം എന്നുള്ളത് ഒരു വൺ ഓഫ് ദി റിക്വയർമെൻ്റ് ആയത് കാരണം നമുക്കത് AC പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു സൊല്യൂഷനായിരുന്നു ഈ രണ്ട് സൈഡിലും കാണുന്ന സ്ലൈഡിങ് ഫോൾഡിങ് ഡോറും ആ കോർട്ട്യാർഡിൻ്റെ അവിടെ കാണുന്ന ബ്ലൈൻഡും. കാരണം ഇത് രണ്ടും ഉള്ളപ്പോൾ നമുക്ക് വെളിച്ചവും വരുന്നുണ്ട്, എന്നാൽ AC പുറത്തോട്ട് പോകുന്നില്ല. സോ അത് ഈ റൂമിൻ്റെ വൺ ഓഫ് ദി അഡ്വാൻറ്റേജസ് ആണ്. ഒട്ടുമിക്ക വീടുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട് പ്രെയറിന് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു സ്പേസ്. കോമൺലി നമ്മൾ കണ്ടിട്ടുള്ള പൂജാ യൂണിറ്റ്സ് ഒക്കെ ഒരു ക്ലോസ്ഡ് ടൈപ്പാണ്. എന്നാൽ ഇവിടെ അത്യാവശ്യം സ്റ്റോറേജോട് കൂടിയിട്ടുള്ള ഒരു ഓപ്പൺ പൂജാ യൂണിറ്റാണ് നമ്മൾ ഡിസൈൻ ചെയ്തത്. പിന്നെ ഇവിടുത്തെ പൂജാ യൂണിറ്റിന് ഒരു അട്രാക്ഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ഓം എൻകാർവ് ചെയ്തൊരു എലമെൻറ്റ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഏതൊരു വീട്ടിലോട്ട് പോയി കഴിഞ്ഞാലും അവിടുത്തെ കിച്ചൺ എങ്ങനെ മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓപ്പൺ കിച്ചണാണ് ഇവിടെ ഉള്ളത്. ആ ഓപ്പൺ കിച്ചണിൽ അധികം സ്പേസ് ഇല്ലാന്നുണ്ടെങ്കിൽ പോലും ഉള്ള സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് നമുക്ക് ബേസ് ക്യാബിൻസും നടുക്ക് തന്നെ ആയിട്ടൊരു ഐലൻഡ് കിച്ചൺ കം ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് സൈഡിലും നമുക്ക് പാസ് ചെയ്യാനായിട്ടുള്ള സ്പേസ് വിട്ടിട്ടുണ്ട്. സോ ഒരു കിച്ചൺ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ കുക്ക് ചെയ്തിട്ട് അതിൻ്റെ ഡിഷ് വാഷ് ചെയ്യാനും ഈവൻ ഫ്രിഡ്ജ്, നമ്മളിവിടെ ഒരു എൻക്ലോസ്ഡ് ആയിട്ടുള്ള ഫ്രിഡ്ജാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. സോ ഇവിടെ നിന്ന് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് എന്തെങ്കിലും എടുക്കണമെന്നുണ്ടെങ്കിൽ അധികം പോകേണ്ട ആവശ്യമില്ല. തൊട്ടടുത്ത് തന്നെ കയ്യകലത്ത് തന്നെ ഫ്രിഡ്ജ് ഉള്ളത് കാരണം അത് നമുക്ക് എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്പൈസസ് കുക്ക് ചെയ്യുന്ന സമയത്ത് സ്പൈസസ് എടുക്കുമ്പോൾ കൈ എത്തുന്ന ദൂരത്ത് തന്നെ ഒരു പാർട്ടിഷൻ പോലെ. ഇനി ഈ കോട്ടയാടിനെ നമ്മളൊരു അൺഈവൻ ബേബി പാറ്റേണിലാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ട്രഡീഷണൽ ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ 4 കോർണറിൽ വുഡൻ സീറ്റിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കോട്ടയാടിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് മിഡിലുള്ള ഈ ബോൺസൈ പ്ലാന്റ് ആണ്. പിന്നെ ഇതിനകത്ത് നമ്മൾ ബ്ലാക്ക് കളറിലുള്ള പെബിൾസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഇതൊരു മൾട്ടി പർപ്പസ് ടേബിളാണ്. ഇത് ക്ലയൻറ്റിൻ്റെ ആവശ്യത്തിനനുസരിച്ചാണ് നമ്മൾ ഉണ്ടാക്കിയത്. ഇതൊരു അയൺ ടേബിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ അയൺ ചെയ്യുന്ന ടൈമിൽ നമുക്കിതൊരു അയൺ ടേബിള് അല്ലാതെ ഒരു നോർമൽ ടേബിളായിട്ടും യൂസ് ചെയ്യാം. കൂടാതെ ഇതിന് നമ്മളൊരു സ്റ്റോറേജ് സ്പേസ് കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ കണ്ടത് 2 ലിവിങ്, ഒരു കിച്ചൺ, ഡൈനിങ്, കോർട്ട്യാർഡ്, ഒരു ഓഫീസ് റൂം, 4 ബെഡ്റൂം ഉള്ള ഒരു വീടിൻ്റെ ഇൻറ്റീരിയർ ആണ്.
ഈ വീടിൻ്റെ ഇൻറ്റീരിയർ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടും ഇതേപോലെ ഇൻറ്റീരിയർ ചെയ്യണം അല്ലെങ്കിൽ റെനോവേറ്റ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഐഡ ഹോം സെൻറ്റർ ഇൻറ്റീരിയേഴ്സിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.